നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരാളെക്കൊണ്ട് ഒരു കാര്യം സമ്മതിപ്പിക്കാനോ ആരുമായിട്ടും പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കാനോ എന്തിന് നമ്മുടെ സ്വന്തം മനസ്സിനെ തന്നെ ഒന്ന് ഹാക്ക് ചെയ്യാനോ ചില എളുപ്പ വഴികളുണ്ട്. അങ്ങനെയുള്ള ചില സൈക്കോളജിക്കൽ തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ചോദ്യം നമ്മളിൽ പലരും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? ചിലർക്ക് ആളുകളുമായി സംസാരിക്കാനും അവരെ കൺവിൻസ് ചെയ്യാനും ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിന് പിന്നിൽ കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്കുകളുണ്ട്. അതാർക്കും പഠിച്ചെടുക്കാവുന്നതേയുള്ളൂ. അപ്പോൾ ഇത് വെറുമൊരു ലിസ്റ്റ് മാത്രമല്ല, ഒരുപാട് പേർ പരീക്ഷിച്ച് വിജയിച്ച ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ചില സൈക്കോളജിക്കൽ ടെക്നിക്കുകളുടെ ഒരു ടൂൾ കിറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. മറ്റുള്ളവരെ സമ്മതിപ്പിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സഹായിക്കുന്ന ചില കിടിലൻ തന്ത്രങ്ങൾ. ഈ ടെക്നിക്കിൻ്റെ പേരാണ് ഡോർ ഇൻ ദ ഫേസ്. സംഭവം സിമ്പിളാണ്, ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ചിഞ്ചില്ലെ വളർത്തണമെന്ന് വെച്ചോ. നിങ്ങൾ നേരെ പോയി വീട്ടിൽ ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കില്ല. പകരം ആദ്യം പോയി എനിക്കൊരു നായയെ വാങ്ങിച്ചു തരണമെന്ന് പറയുക. അതൊരു വലിയ ആവശ്യമായതുകൊണ്ട് മിക്കവാറും നോ എന്നായിരിക്കും ഉത്തരം. ആ നിരാസത്തിനു ശേഷം ശരി, നായയെ വാങ്ങി തന്നില്ലെങ്കിൽ വേണ്ട, ഒരു കുഞ്ഞൻ ചിഞ്ചില്ലയെങ്കിലും വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യത്തെ വലിയ ആവശ്യം നിരസിച്ചതുകൊണ്ട് ഈ ചെറിയ ആവശ്യം സമ്മതിച്ചു തരാൻ അവർക്കൊരു ചായ്വ് തോന്നും. ഇതൊരു ഭയങ്കര സിമ്പിൾ പക്ഷെ പവർഫുൾ ട്രിക്കാണ് കേട്ടോ. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് അതേന്ന് ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നതിനൊപ്പം ചെറുതായി ഒന്ന് തലയാട്ടുക. ഇത് മറ്റേയാൾ അറിയാതെ തന്നെ അവരെ യെസ് പറയാൻ പ്രേരിപ്പിക്കും. അതുപോലെ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ തലയാട്ടുന്നത് നിങ്ങൾ അവരോട് യോജിക്കുന്നു എന്നൊരു ശക്തമായ സന്ദേശം അവർക്ക് നൽകും. നിങ്ങളുടെ ടീമിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് മടിയുള്ള ഒരാളുണ്ടോ? അവരെക്കൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. വലിയൊരു ടാസ്ക് ഒന്നിച്ചു കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ് എന്ന് പറഞ്ഞ് ഏറ്റവും ചെറിയൊരു ഭാഗം മാത്രം കൊടുക്കുക. അതൊരു വലിയ ഭാരമായി അവർക്ക് തോന്നില്ല. ആ ചെറിയ ഭാഗം തീർത്തു കഴിഞ്ഞപ്പോൾ ഹേയ് കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്, ഇനി ബാക്കി ഇതോടെ അങ്ങ് തീർത്തേക്കോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ പടിപടിയായി അവരെക്കൊണ്ട് മുഴുവൻ ജോലിയും നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് ഫാസ്റ്റായിട്ടുള്ള പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് തന്ത്രങ്ങൾ നോക്കാം. ഒന്നാമതായി, ഒരാൾ നന്നായി ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം നോ എന്ന് പറയാനുള്ള മാനസിക ഊർജ്ജം അപ്പോൾ കുറവായിരിക്കും. അടുത്തത്, ഒരു സീരിയസ് സംഭാഷണത്തിനിടയ്ക്ക് കയ്യിലുള്ള പേനയോ മറ്റോ അവർക്ക് നേരെ നീട്ടുക. അവർ അറിയാതെ തന്നെ അത് വാങ്ങിപ്പോകും. കൂടുതൽ വിവരങ്ങൾ കിട്ടണോ? അവർ പറഞ്ഞു നിർത്തുമ്പോൾ മറുപടി പറയാതെ കണ്ണിൽ നോക്കി മിണ്ടാതെ നിൽക്കുക. ആ നിശബ്ദത അവർക്ക് അൺകംഫർട്ടബിൾ ആവുകയും അവർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. അവസാനമായി, ഒരാളുടെ കഴിവിനെ ഒന്ന് വെല്ലുവിളിക്കുക. ഇത് നിന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനായിട്ട് തന്നെ പലരും ആ ജോലിയേറ്റെടുക്കും. ശരി, സമ്മതിപ്പിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത്, എങ്ങനെ ആളുകളുമായി പെട്ടെന്ന് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് റാപ്പോ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതിനെ മിററിംഗ് എന്ന് പറയും. നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ നിൽപ്പ്, കൈകളുടെ ചലനം, ഇതൊക്കെ അവരാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ചെറുതായി അനുകരിക്കുക. ഇത് അവരുടെ ഉപബോധ മനസ്സിൽ നിങ്ങളോടൊരു അടുപ്പം തോന്നാൻ കാരണമാകും. മനഃശാസ്ത്രത്തിൽ ഇതിനെ കമേലിയൻ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഓന്ത് അതിന്റെ ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരാൻ നിറം മാറുന്നത് കണ്ടിട്ടില്ലേ? ഏകദേശം അതുപോലൊരു സംഭവമാണിത്. നമ്മളറിയാതെ തന്നെ മറ്റൊരാളുടെ ഭാവങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ അവർക്ക് നമ്മൾ അവരിലൊരാളാണെന്ന് തോന്നും. ഇത് സൗഹൃദമുണ്ടാക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ സ്വന്തം പേര് കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലേ? അതൊരു മ്യൂസിക് പോലെയാണ്. അതുകൊണ്ട് സംഭാഷണങ്ങൾക്കിടയിൽ ഒരാളുടെ പേര് ഉപയോഗിക്കുന്നത് അവരുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരാനും അവർക്കൊരു പ്രത്യേക പരിഗണന കിട്ടുന്നതായി തോന്നിപ്പിക്കാനും സഹായിക്കും. ബന്ധങ്ങൾ സ്ട്രോങ് ആക്കാൻ ഇതാ കുറച്ച് സിമ്പിൾ ഹാക്കുകൾ. 1. സംസാരിക്കുമ്പോൾ അവരുടെ പേര് ഉപയോഗിക്കുക. അത് സംഭാഷണത്തിന് ഒരു പേഴ്സണൽ ടച്ച് കൊടുക്കും. 2. അവരോടൊരു കാര്യം വിശദീകരിച്ച് തരാൻ പറയുക. അതവരുടെ അറിവിനെ നിങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് കാണിക്കും. 3. ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനു പകരം വസ്തുത പറയുക. നിങ്ങൾ ജനൽ അടച്ചില്ലെന്ന് പറയുന്നതും ജനൽ തുറന്നു കിടക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അല്ലേ? ഓക്കെ, അപ്പം മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കി. ഇനി കുറച്ചുനേരം നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിയാം. നമ്മുടെ സ്വന്തം മനസ്സിനെ എങ്ങനെയൊന്ന് ഹാക്ക് ചെയ്യാം എന്ന് നോക്കിയാലോ? നമ്മുടെ ഓർമ്മശക്തിക്കും മോട്ടിവേഷനുമൊക്കെയായി ചില തന്ത്രങ്ങൾ. ഇത് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കരമായി യൂസ്ഫുൾ ആവുന്ന ഒരു ട്രിക്കാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ച്വിങ്ങം ചവക്കുക. എന്നിട്ട് പരീക്ഷാ ഹാളിൽ വെച്ച് അതേ ടേസ്റ്റുള്ള ച്വിങ്ങം ചവക്കുമ്പോൾ ആ ടേസ്റ്റ് നിങ്ങളുടെ തലച്ചോറിന് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ഒരു സിഗ്നലായി പ്രവർത്തിക്കും. അപ്പോൾ ഈ ച്യൂയിംഗം ട്രിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
ഇതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. അതാണ് പാവ്ലോവിൻ തിയറി. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു പ്രത്യേക സ്റ്റിമുലസ്, അതായത് ഇവിടെ ച്യൂയിംഗത്തിന്റെ രുചി, ഒരു പ്രത്യേക റെസ്പോൺസുമായി, അതായത് ഓർമ്മയുമായി നമ്മുടെ തലച്ചോറ് ബന്ധിപ്പിക്കുന്നു. അത്രയുള്ളൂ. കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും തമ്മിൽ ഒരു ചേർച്ചയില്ലാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ്. ഇതിനെ നമുക്ക് അനുകൂലമായി ഉപയോഗിക്കാം. എങ്ങനെയെന്നല്ലേ? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ മടിയാണെങ്കിൽ, ഞാൻ വളരെ ഫിറ്റായ, വ്യായാമം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ തുടങ്ങുക. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആദ്യം നമ്മുടെ ചിന്തയെ മാറ്റും. ആ ചിന്തയുമായി നമ്മുടെ പ്രവൃത്തികളെ പൊരുത്തപ്പെടുത്താൻ നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ഇത് സത്യമാണ്. ഇതിനെ പ്ലാസിബോ സ്ലീപ്പ് എന്ന് പറയും. തലേന്ന് രാത്രി ശരിക്കും ഉറങ്ങിയില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഞാൻ നന്നായി ഉറങ്ങി, നല്ല ഫ്രഷാണ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ വിശ്വാസത്തിന് അത്രയും ശക്തിയുണ്ട്. ഇനി നമ്മുടെ മനസ്സിനുള്ള കുറച്ച് ക്വിക്ക് ഹാക്കുകൾ. ഇടയ്ക്കിടെ വാതിൽ പൂട്ടിയോ എന്ന സംശയം വരാറുണ്ടോ? ഇനി പൂട്ടുന്ന സമയത്ത് നീല ആന എന്നോ മറ്റോ വിചിത്രമായ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ പറയുക. പിന്നീട് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. രാവിലെ ഉണരുമ്പോൾ ഒരു എനർജിയില്ലായ്മ തോന്നുന്നുണ്ടോ? എഴുന്നേറ്റ് 2 കൈയും മുഷ്ടി ചുരുട്ടി യെസ് എന്നുറക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്റ് കിട്ടും. ഒരു കരിയർ ടിപ്പ്: ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒന്നുകിൽ ആദ്യത്തെ ആളാവുക, അല്ലെങ്കിൽ അവസാനത്തെ ആളാവുക. കാരണം ആദ്യം കാണുന്നതും അവസാനം കാണുന്നതുമാണ് ആളുകളുടെ ഓർമ്മയിൽ കൂടുതൽ തങ്ങി നിൽക്കുക. നമ്മളെല്ലാവരും ചിലപ്പോഴൊക്കെ കുറച്ച് ഓക്വേർഡായിട്ടുള്ള സിറ്റുവേഷൻസിൽ പെട്ടുപോകാറില്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂളായിട്ട് എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം എന്ന് നോക്കാം. ശരി, ചില സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. ഒരാൾ നിങ്ങളോട് തർക്കിക്കാൻ വന്നാൽ തിരിച്ച് ദേഷ്യപ്പെടുന്നതിന് പകരം അവരെ പ്രശംസിക്കുന്ന ഒരു വാക്ക് പറയുക. അവർ ദേഷ്യം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞാലേ അവരുടെ തലച്ചോറിന്ന് കൺഫ്യൂഷനാവും. ഇനി ബസ്സിലോ ട്രെയിനിലോ ആരെങ്കിലും നിങ്ങളെ തുറിച്ചു നോക്കുന്നുണ്ടെങ്കിൽ തിരിച്ചവരെ നോക്കുന്നതിന് പകരം അവരുടെ ഷൂസിലേക്ക് തന്നെ നോക്കി നിൽക്കുക. അതവർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അവർ തനിയെ നോട്ടം മാറ്റിക്കോളും. സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയുണ്ടോ? സംസാരം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്ന് തുറന്നു പറയുക. ഇത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കും. ഓഡിയൻസിന് നിങ്ങളോടൊരു കണക്ഷനും തോന്നും. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ ടെക്നിക്കുകളെല്ലാം ശരിക്കും പവർഫുള്ളായിട്ടുള്ള ടൂൾസാണ്. പക്ഷേ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാചകമുണ്ട്: വലിയ ശക്തിയോടൊപ്പം വലിയ ഉത്തരവാദിത്വവും വരുന്നു. ഈ അറിവ് ഒരു ശക്തിയാണ്. അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോ ഈ അറിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളുണ്ടാക്കാം, സ്വയം മെച്ചപ്പെടാം, മറ്റുള്ളവരെ സഹായിക്കാം. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യാനും സാധിക്കും. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അപ്പോ ഇന്നത്തെ ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ അറിവ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അറിവിന്റെ ലോകം ചാനലിലെ ഈ ഉള്ളടക്കം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നന്ദി.